അങ്ങനെ സഞ്ജയൻ പാണ്ഡവരുടെ സന്ദേശം ഓരോന്നോരോന്നായി പറഞ്ഞു. അർജുനൻ പറഞ്ഞ കാര്യങ്ങൾ എണ്ണി എണ്ണി സഞ്ജയൻ ധൃതരാഷ്ട്രരെയും സഭയിലിരുന്നവരെയും അറിയിച്ചു തുടങ്ങി. ശുദ്ധാത്മാവും ധർമ്മനിരതനുമായ യുധിഷ്ഠിരന്റെ നോട്ടം കൊണ്ട് തന്നെ കൗരവ സൈന്യം കാട്ടുതീയിൽപ്പെട്ട് കാനനം ദഹിക്കുന്നത് പോലെ ദഹിക്കുമെന്നാണ് ധനഞ്ജയൻ പറഞ്ഞത്. ഭീമൻ പ്രകടിപ്പിക്കുന്ന വീരപരാക്രമങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ അവൻ്റെ ഗദാപ്രഹരമേറ്റ് ഗജങ്ങൾ മസ്തകം തകർന്ന് മരിച്ചു വീഴുന്നത് മുന്നിൽ കാണുന്നത് പോലെ എനിക്ക് തോന്നി. നകുല സഹദേവന്മാരുടെ കിടയറ്റ ശക്തിപ്രഹരമേറ്റ് കൗരവപ്പട ഞെരിഞ്ഞു പോകുമെന്ന് അർജുനൻ തീർത്തു പറഞ്ഞു. രാജാവേ, സവ്യസാചി പറയുകയാണ്, ഞാൻ യുദ്ധത്തിനിറങ്ങുമ്പോൾ സിംഹത്തിൻ്റെ ഗന്ധമേറ്റ ഗോക്കളെ പോലെ ശത്രുക്കൾ സംഭ്രമിക്കും. എൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലി കേൾക്കുമ്പോൾ കൗരവ സൈന്യം ഞെട്ടിവിറയ്ക്കും. മേഘപടലത്തിൽ നിന്ന് പുറപ്പെടുന്ന മിന്നൽ പിണരുകൾ പോലെ നിശിതമായ ശരങ്ങളായിരിക്കും ഗാണ്ഡീവത്തിൽ നിന്ന് നിർഗമിക്കുന്നത്. അത് മറ്റുള്ളവരെയ്യുന്ന ശരങ്ങളെ പിളർക്കും, ശത്രുസംഘത്തെ ചുട്ട് ചാമ്പലാക്കുകയും ചെയ്യും. എൻ്റെ തേർത്തെളിക്കുന്നത് വിശ്വനാഥനായ വാസുദേവനാണ്. കൃഷ്ണൻ ആയുധം എടുത്തില്ലെങ്കിലും അദ്ദേഹം ആർക്കു വിജയം നേരുന്നുവോ അവർ സകല ശത്രുക്കളെയും ജയിക്കും. കൃഷ്ണനെ ജയിക്കാമെന്ന് മോഹിക്കുന്നത് കരകാണാ കടലിനെ കൈകൊണ്ട് തുഴഞ്ഞ് കടക്കാമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയാണ്. അത് മഹാമേരുവിനെ കൈകൊണ്ട് തല്ലി തകർക്കാമെന്ന പോലെയുള്ള വ്യാമോഹമാണ്. ഗാണ്ഡീവത്തിന് പുറമെ സ്ഥൂണാകർണം, പാശുപതം, ഇന്ദ്രൻ, വരുണൻ, യമൻ, അഗ്നി തുടങ്ങിയവർ നൽകിയ ദിവ്യാസ്ത്രങ്ങൾ എന്നിവ കൊണ്ട് ശത്രുവധത്തിനൊരുങ്ങി ഞാൻ പ്രയോഗം ആരംഭിച്ചാൽ പിന്നെ ഇവിടെ ആരും ശേഷിക്കുകയില്ല. എല്ലാം ഒടുങ്ങിക്കഴിഞ്ഞേ ഞാൻ അടങ്ങുകയുള്ളൂ. ഹേ സഞ്ജയ, അതുകൊണ്ട് ദുര്യോധനനോട് പറഞ്ഞേക്കൂ, യുദ്ധം കൂടാതെ കഴിച്ചാൽ കൗരവർ രക്ഷപ്പെടും. പോരാടിയാൽ ഒറ്റയെണ്ണം അവശേഷിക്കുകയില്ല. മഹാമയനായിട്ടുള്ള ഭീഷ്മനും മഹാചാര്യന്മാരായിട്ടുള്ള ദ്രോണനും കൃപനും തത്വജ്ഞാനിയായ വിതുരൻ തുടങ്ങിയവർ പറയുന്നത് കേട്ട് നടന്നാൽ അവർക്ക് ആയുസ്സോടുകൂടി ജീവിക്കാം. ഇടഞ്ഞാൽ രക്ഷയുണ്ടാകില്ലെന്ന് ധരിക്കട്ടെ. സഞ്ജയന്റെ പ്രസംഗം സുദീർഘമായിരുന്നു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ സദസ്സാകെ സ്തംഭിച്ചു. പാണ്ഡവരുടെ അപ്രഹിതമായ ശക്തിയെപ്പറ്റി സദസ്യർക്ക് ബോധ്യമായി. യുദ്ധമുണ്ടായാൽ കൗരവർ നിശേഷം തോൽപ്പിക്കപ്പെടുമെന്ന് തന്നെ അവർ വിശ്വസിച്ചു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ദുര്യോധനന് ഒരു കുലുക്കവും ഉണ്ടായില്ല. സദസ്യരാരും ഒന്നും സംസാരിക്കാതെ മൗനമായിരുന്നു. മഹാമയനാണ് നിശബ്ദത ഭഞ്ജിച്ചത്. മഹാമയൻ ഭീഷ്മർ പറഞ്ഞു, സഞ്ജയൻ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ്. കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാരാണ്. അവരെ ബ്രഹ്മാദി ദേവന്മാർ പോലും പൂജിക്കും, ബഹുമാനിക്കുകയും ചെയ്യും. അവരോട് ഏറ്റുമുട്ടിയാൽ കൗരവർ നശിക്കും. ഉണ്ണി, സുയോധന, അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുത്ത് യുദ്ധം ഒഴിവാക്കൂ. ദ്രോണരും ഭീഷ്മന്റെ അഭിപ്രായത്തോട് യോജിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, അർജുനൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നവനാണ്. അവൻ്റെ കഴിവുകൾ എനിക്കറിയാം. 3 ലോകത്തിലും അവനോട് തുല്യനായി ഒരു പോരാളിയുമില്ല. ഭീഷ്മ ദ്രോണാദികളുടെ വാക്കുകൾ ആരും കാര്യമായി എടുത്തതേയില്ല. ധൃതരാഷ്ട്രൻ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. മറ്റു പാണ്ഡവന്മാർ എന്തൊക്കെ പറഞ്ഞുവെന്ന് ആരാഞ്ഞുകൊണ്ട് അദ്ദേഹം സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, 11 അക്ഷോഹിണികളുള്ള നമ്മളോട് എതിർക്കുവാൻ അവർക്ക് 7 അക്ഷോഹിണി സൈന്യം മാത്രമല്ലേയുള്ളൂ? ധൃതരാഷ്ട്രന്റെ നിരർത്ഥകമായ ഈ ചോദ്യം കേട്ടപ്പോൾ സഞ്ജയൻ ദീർഘമായി നെടുവീർപ്പെട്ടു. പാണ്ഡവരുടെ അമാനുഷികമായ പ്രഭാവവും അവരെ സഹായിക്കുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ലോക നിഗ്രഹ ശക്തിയും അവന്റെ ഹൃദയമൊരുക്കത്തിൽ പ്രതിബിംബിച്ച് കണ്ടു. അതവന്റെ മനഃശക്തിയെ നിശേഷം തകർത്തു. അവൻ മോഹാലസ്യപ്പെട്ട് താഴെ വീണു. ഇത് കണ്ടപ്പോൾ ധൃതരാഷ്ട്രർ പറയുകയാണ്, ഈ സഞ്ജയൻ ഒരു പാവമാണ്. അവൻ മഹാരഥന്മാരായ പാർത്ഥന്മാരെ കണ്ട് പേടിച്ചിരിക്കണം. ആ നരവ്യാഘ്രന്മാരെ കണ്ടതോടുകൂടി അവൻ സംഭ്രമിച്ചിരിക്കുന്നു. വിതുരനും മറ്റും സഞ്ജയനെ പരിചരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ബോധമുണർന്ന് എഴുന്നേറ്റു. അവൻ വീണ്ടും പാണ്ഡവന്മാരുടെയും അവരുടെ സുഹൃത്തുക്കളായ രാജാക്കന്മാരുടെയും അപദാനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെ കൗരവർക്ക് ജയിക്കുവാനോ തടുക്കുവാനോ കഴിയുകയില്ലെന്നും അത്രമാത്രം വലുതാണ് അവരുടെ പരാക്രമമെന്നും സമർത്ഥിച്ചു. സഞ്ജയന്റെ വാക്കുകൾ കേട്ട സദസ്യർ മൗനികളായിരുന്നതേയുള്ളൂ. കുറെ നേരം കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ ഭയത്തോടും വ്യസനത്തോടും കുറേയൊക്കെ പശ്ചാത്താപത്തോടും തന്നോട് തന്നെ പറയുന്നത് പോലെ പറഞ്ഞു തുടങ്ങി. ഞാൻ വിതുരൻ്റെ ഉപദേശമൊന്നും കേൾക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ആപത്തിൻ്റെ വക്കത്തെത്തിയിരിക്കുന്നു. എനിക്ക് പാണ്ഡവന്മാരിൽ ഏറ്റവും ഭയം ഭീമനെയാണ്. അവൻ ചെറുപ്പം മുതൽക്കേ കൗരവരോട് പകവെച്ച് പുലർത്തുന്നവനാണ്.
അവൻ എൻ്റെ മക്കളെയൊക്കെ അവൻ്റെ ഗദ കൊണ്ട് തച്ചു കൊല്ലുക തന്നെ ചെയ്യും. അത്രയ്ക്ക് കരുത്തനാണവൻ. കുരുക്കന്മാരെ, നിങ്ങൾ പാണ്ഡവന്മാരുമായി യുദ്ധത്തിന് പോകരുത്. അവരുമായി സന്ധി ചെയ്യുന്നതാണ് ഉത്തമം. യുദ്ധം കൊണ്ട് ഈ കുലത്തിന് സർവനാശം തന്നെ സംഭവിക്കും. ഇങ്ങനെ ഒരു അത്യാഹിതം എനിക്ക് വന്നു ചേർന്നുവല്ലോ. ഇപ്രകാരം പലതും പറഞ്ഞ് അദ്ദേഹം കരയുക തന്നെ ചെയ്തു. ആരും അദ്ദേഹത്തെ സമാധാനിപ്പിക്കുവാൻ ഒരുമ്പിട്ടില്ല. എല്ലാവരും മൗനമായിരുന്നതേയുള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, അച്ഛൻ എന്തിനാണ് ദുഃഖിക്കുന്നത്? അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. അങ്ങയുടെ മനസ്സിൻ്റെ ദൗർബല്യം മാത്രമാണ് ദുഃഖകാരണം. ഞങ്ങളെ ചൊല്ലി അച്ഛൻ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഞങ്ങളാരും ഭീരുക്കളോ ദുർബലരോ അല്ല. ശത്രുക്കളെ എതിർക്കുന്നതിനുള്ള കഴിവും തൻ്റെ ഇടവും ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് മരണത്തിൽ യാതൊരു ഭയവുമില്ല. മരിക്കാത്തവരാരുമില്ല. ഭീമനെ അങ്ങ് വെറുതെ ഭയപ്പെടുകയാണ്. ഗദായുദ്ധത്തിൽ അവൻ എന്നെ ജയിക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഭീമനെ കൊല്ലും. ഭീമൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അർജുനൻ എന്ത് ശക്തിയാണുള്ളത്? ഇപ്പോൾ 5 ഗ്രാമം കിട്ടിയാൽ മതിയെന്നാണ് അവൻ പറയുന്നത്. എന്തേ ഇപ്പോൾ ഇങ്ങനെയായത്? എൻ്റെ സൈന്യ പ്രഭാവങ്ങൾ കണ്ട് പേടിച്ചിട്ടാണ്. 11 അക്ഷൗഹിണിപ്പട നമുക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ശത്രുക്കളാണെങ്കിൽ 7 ഉള്ളൂ. ഈ സ്ഥിതിക്ക് നമുക്ക് പരാജയമുണ്ടാകുമെന്ന് വിചാരിക്കുവാൻ കാരണം എന്താണ്? അച്ഛൻ ഉഴലാതെ വിഷമിക്കാതെ ധൈര്യമായി അടങ്ങിയിരിക്കുക. ദുര്യോധനൻ ധൃതരാഷ്ട്രരെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് സമാധാനം കൈവന്നില്ല. അദ്ദേഹം പിന്നെയും പിന്നെയും യുദ്ധത്തിൻ്റെ ഭീകരതയെപ്പറ്റിയും പാണ്ഡവരുടെ പരാക്രമത്തെപ്പറ്റിയും പറഞ്ഞു വിലപിച്ചു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ദുര്യോധന, നീ നിന്റെ ഇഷ്ടത്തിനല്ല യുദ്ധം ചെയ്യുന്നത്. കർണൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുകയാണ്. പാപബുദ്ധിയായ ദുശാസനന്റെയും കൗശലക്കാരനായ ശകുനിയുടെയും പ്രേരണയ്ക്ക് നീ വശംവദനായിരിക്കുകയാണ്. ഏതു നിലയ്ക്ക് ചിന്തിച്ചാലും യുദ്ധം പ്രശംസാർഹമായ കാര്യമല്ല. പാണ്ഡവന്മാർക്കുള്ളത് യഥോചിതം അവർക്ക് കൊടുത്തേക്കൂ. അതാണ് നല്ലത്. ദുര്യോധനന് ധൃതരാഷ്ട്രരുടെ ഉപദേശം അസഖ്യമായി തോന്നി. അവൻ ദൃഢചിത്തനായി പറഞ്ഞു, അച്ഛൻ വെറുതെ ഇരുന്നാൽ മതി. ഇനിയും ഒന്നും പറയണ്ട. ഞാനും കർണനും ദുശാസനനും കൂടി പാണ്ഡവന്മാരെ കൊന്നുമുടിക്കും. ധനവും രാജ്യവും ജീവിതവും മറ്റെന്തൊക്കെയും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും ഞാൻ പാണ്ഡവരുമായി ഒരിക്കലും ഒന്നിച്ച് വാഴുകയെന്നത് ഉണ്ടാവുകയില്ല. കൂർത്ത സൂചിമയ കൊണ്ട് കുത്തിയാൽ കാണുന്ന അത്രയും സ്ഥലം പോലും ഞാൻ പാണ്ഡവപുത്രന്മാർക്ക് നൽകുകയില്ല. എന്തായാലും ദുര്യോധനൻ പാണ്ഡവരുമായി സന്ധി ചെയ്യുകയില്ലെന്ന് ബോധ്യമായപ്പോൾ സഭാവാസികൾ ഓരോരുത്തരായി സ്ഥലം വിട്ടു. അങ്ങനെ സഞ്ജയൻ വന്നുപോയതിനു ശേഷം ധർമ്മപുത്രരുടെ മനസ്സും അസ്വസ്ഥമായിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കണമെന്ന് അദ്ദേഹത്തിന് വളരെയേറെ ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുള്ള വഴിയൊന്നും കാണുന്നില്ല. 5 ഗ്രാമം കൊണ്ട് തൃപ്തിപ്പെടാമെന്ന് പറഞ്ഞിട്ടുകൂടി ദുര്യോധനൻ അതിന് സമ്മതിക്കുന്ന മട്ടില്ല. ധൃതരാഷ്ട്രൻ ദുര്യോധനന്റെ കയ്യിലെ പാവയാണ്. അവനോട് എതിർത്ത് എന്തെങ്കിലും ചെയ്യുവാനുള്ള കഴിവ് ധൃതരാഷ്ട്രർക്കില്ല. എന്നാൽ യുദ്ധം ഒഴിവാക്കുവാൻ വേണ്ടി എല്ലാം ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ധനമില്ലാത്തവർ മൃതപ്രായരാണ്. പൂവും കായും അറ്റുപോയ മരത്തെ പക്ഷികൾ ഉപേക്ഷിക്കുന്നത് പോലെ നിർധനനെ എല്ലാവരും ഉപേക്ഷിക്കും. മുഖ്യമായ ധർമ്മമാണ് ധനം. വിത്തതിൽ എല്ലാം നിലനിൽക്കുന്നു. ലോകത്തിൽ ധനികരാണ് ജീവിക്കുന്നവർ. നിർധജനന്മാർ ചത്തവരാണ്. രാജവംശിയായ ഐശ്വര്യവും വെടിഞ്ഞ് എങ്ങനെയാണ് ജീവിക്കുക? നഷ്ടപ്പെട്ട ഐശ്വര്യത്തെ വീണ്ടെടുക്കുന്നതിന് ശ്രമിക്കുന്നതിൽ എന്താണ് അധർമ്മം? അതിനുള്ള ശ്രമത്തിൽപ്പെട്ട് മരിച്ചാലും തെറ്റില്ല. ഇപ്രകാരമെല്ലാം ചിന്തിച്ച് പതറുന്ന മനസ്സോടെ യുധിഷ്ഠിരൻ കൃഷ്ണനെ സമീപിച്ചു. തൻ്റെ ചിന്താഗതിയൊക്കെ ഭക്തവത്സലനായ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, ശരണാഗത പ്രിയ, നീയാണ് ഞങ്ങൾക്ക് ആധാരം. ഞങ്ങൾ ആപത്തിൽപ്പെട്ടിരിക്കുന്നു. അതൊഴിവാക്കുവാൻ ഭവാനല്ലാതെ മറ്റാരെയും ഞാൻ കാണുന്നില്ല. യുദ്ധം ചെയ്യുവാൻ ഞാൻ അശേഷം ആഗ്രഹിക്കുന്നില്ല. ചേർച്ചയില്ലാത്ത നീചന്മാരായ ശത്രുക്കളെപ്പോലും കൊല്ലരുതെന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ പിന്നെ അടുത്ത ബന്ധുക്കളെ കൊല്ലുന്ന കാര്യം ചിന്തിക്കുവാൻ പോലും കഴിയുന്നില്ല. യുദ്ധം ജയിച്ചാലും തോറ്റാലും ഒരുപോലെ തന്നെ. എന്നാൽ തോൽക്കുക മരണത്തേക്കാൾ ഭയങ്കരമാണ്. അത് വൈര്യം വർദ്ധിപ്പിക്കും. വൈര്യം വൈരത്താലൊട്ടും ശമിക്കില്ല ജനാർദ്ദന. ഹവിസില്ലാ അഗ്നിയെപ്പോലെ വീണ്ടും വൈര്യം വളർന്നിടും. പുരുഷനെ ബാധിക്കുന്ന ശക്തി കൂടിയ രോഗം ഹൃദയവ്യഥയാണ്. അത് വിട്ടൊഴിഞ്ഞാൽ സൗഖ്യം സിദ്ധിക്കും. ഹേ മധുസൂദന, ഇങ്ങനെയുള്ള വിഷമാവസരത്തിൽ സംശയവാരണത്തിന് നീയല്ലാതെ മറ്റാരാണ് ഞങ്ങൾക്കുള്ളത്? ഞങ്ങൾ എന്താണ് വേണ്ടത്? ഞങ്ങളെ ഉപദേശിച്ചാലും. കൃഷ്ണൻ പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങയുടെ മാനസികാവസ്ഥ ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നു.
യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള ഒരു ശ്രമമെന്ന നിലയ്ക്ക് ഞാൻ തന്നെ കുരുസഭയിലേക്ക് പോയി സന്ധി സംഭാഷണം നടത്താം. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭവാൻ നേരിട്ട് പോകുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അഹങ്കാരിയായ ദുര്യോധനൻ അങ്ങയെ അധിക്ഷേപിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്താലോ? അങ്ങനെ വന്നാൽ ഞങ്ങൾക്ക് എന്തു കിട്ടിയിട്ടും കാര്യമില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചു. മഹാരാജാവേ, ഞാൻ ദുര്യോധനന്റെ ദുഷ്ടത മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. നാം അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടും ഫലമില്ലാതെ വന്നതുകൊണ്ടാണ് യുദ്ധം ചെയ്യുവാൻ തയ്യാറായതെന്ന് എല്ലാ രാജാക്കന്മാരും അറിയണം. എന്നെ ആരും ദ്രോഹിക്കുകയില്ല. വേണ്ടി വന്നാൽ ഞാൻ അവരെയെല്ലാം ഭസ്മമാക്കും. ഞാൻ അവിടെ പോയാൽ ഫലമില്ലാതെ വരില്ല. ഒന്നെങ്കിൽ അർത്ഥലാഭമുണ്ടാകും, അല്ലെങ്കിൽ അപവാദമില്ലായ്മ ഉണ്ടാകും. യുധിഷ്ഠിരൻ കൃഷ്ണന്റെ അഭിപ്രായത്തിന് വഴങ്ങി. ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ ദൂതനായി കൗരവ സഭയിലേക്ക് മധ്യസ്ഥം വഹിച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായി പോകുവാൻ തീർച്ചപ്പെടുത്തി. അടുത്ത ദിവസം തന്നെ കൃഷ്ണൻ ഹസ്തിനാപുരിയിലേക്ക് പുറപ്പെടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹം എല്ലാവരോടും യാത്ര പറഞ്ഞ് സാത്വികയോടൊപ്പം തേരിൽ കയറി യാത്ര ആരംഭിച്ചു. കൃഷ്ണൻ കടന്നുപോയ ഓരോ ഗ്രാമത്തിലും പാർത്തിരുന്ന ആപരാവൃദ്ധം ജനങ്ങളും അദ്ദേഹത്തിന്റെ ദർശനത്തിനായി വഴിവക്കിൽ തിങ്ങിക്കൂടി. അവരെല്ലാം സ്നേഹാവധി ബഹുമാനിതകളോടെ അദ്ദേഹം ആദരിച്ച് ഉപചരിച്ചു. കൃഷ്ണൻ യഥോചിതം അവരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് യാത്ര തുടർന്നു. സന്ധ്യ ആയപ്പോഴേക്കും ഹസ്തിനാപുരിക്ക് സമീപമുള്ള മൃഗസ്ഥലം എന്ന കുഗ്രാമത്തിലെത്തി. അന്ന് അവിടെ താമസിച്ചു. കൗരവരെ മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു കൃഷ്ണന്റെ പുറപ്പാടെങ്കിലും ദൂതന്മാർ മുഖേന എല്ലാം അറിഞ്ഞ ധൃതരാഷ്ട്രർ വളരെയധികം സന്തോഷിച്ചു. ശ്രീകൃഷ്ണന്റെ ആഗമന വാർത്ത അറിയിക്കുവാൻ അദ്ദേഹം ഭീഷ്മ ദ്രോണാദികളെയും കൃപനെയും വിതുരനെയും മറ്റും വരുത്തി. അവരെല്ലാം അത്യധികമായി ആഹ്ലാദിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ ആമോദിച്ചത് വിതുരനായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഗൃഹത്തിലേക്ക് വരുന്നത് ഒരു മഹാഭാഗ്യമായി ധൃതരാഷ്ട്രർ കരുതി. ഭഗവാനെ ശ്രേഷ്ഠമായ രീതിയിൽ നഗരാതിർത്തിയിൽ വെച്ച് സ്വീകരിക്കണമെന്ന് നിശ്ചയിച്ചിട്ട് അദ്ദേഹത്തിന്റെ വരവ് പ്രമാണിച്ച് നഗരം അലങ്കരിച്ച് മോടിയാടുക്കുവാൻ തീരുമാനിച്ചു. സഭാമണ്ഡലം പ്രൗഢമായ വിധത്തിൽ ഒരുക്കണമെന്ന് ആജ്ഞാപിച്ചു. ദുര്യോധനന്റെ കൊട്ടാരത്തേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ദുശാസനന്റെ കൊട്ടാരത്തിൽ കൂടുതലായി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൃഷ്ണനെ അവിടെ പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചു. ദുര്യോധനനെ വിളിച്ച് കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ഏർപ്പാട് ചെയ്യുവാനും ആവശ്യപ്പെട്ടു. കൃഷ്ണൻ ശത്രുപക്ഷപാതിയായ ഒരു സാധാരണ മനുഷ്യനല്ലെന്നല്ലാതെ അതിൽ കവിഞ്ഞുള്ള ദിവ്യത്വമൊന്നും അദ്ദേഹത്തിനുണ്ടെന്ന അഭിപ്രായം ദുര്യോധനനില്ലായിരുന്നു. എങ്കിലും അപ്രതിമാനമായ തന്റെ പ്രൗഢി പാണ്ഡവ വസുഹൃത്തായ കൃഷ്ണനെ കാണിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് ദുര്യോധനൻ അതെല്ലാം സമ്മതിച്ചു. അപ്പോൾ തന്നെ ധാരാളം ആളുകളെ നിയോഗിച്ച് മഹാരാജാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും വളരെ അന്തസ്സോടും രാജകീയ പ്രൗഢിയോടും കൂടി ചെയ്യുന്നതിന് ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. ശ്രീകൃഷ്ണന് 16 സ്വർണരഥങ്ങൾ, അനേകം കുതിരകൾ, വിശിഷ്ടങ്ങളായ രത്നങ്ങൾ, മൃദുവായ കമ്പിളികൾ, സുന്ദരിമാരായ ദാസിമാർ, ഗ്രഹങ്ങൾ എന്നു തുടങ്ങിയ അനവധി വിലയേറിയ വസ്തുക്കൾ സമ്മാനമായി നൽകുവാൻ ധൃതരാഷ്ട്രർ തയ്യാറായി. ഇതറിഞ്ഞപ്പോൾ വിതുരർ ഈർഷ്യയോടെ പറഞ്ഞു, മഹാരാജാവേ, ഭവാൻ ഇപ്രകാരം അതിഥി സത്കാരം ചെയ്യുന്നതൊന്നും കൃഷ്ണനോടുള്ള സ്നേഹമോ ബഹുമാനമോ ഔദാര്യമോ കണ്ടല്ല. ഭവാന്റെ കപട ബുദ്ധി കൊണ്ട് മഹാഭുജനായ വാസുദേവനെ സ്വത്ത് നൽകി വശീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. കൃഷ്ണന്റെ മാഹാത്മ്യം എനിക്കറിയാം. അദ്ദേഹം ഇതൊന്നും ഭവാനിൽ നിന്ന് സ്വീകരിക്കുകയില്ല. അദ്ദേഹം ഇവിടേക്ക് വരുന്നത് കൗരവരുടെയും പാണ്ഡവരുടെയും നന്മയെ ഇച്ഛിച്ചിട്ടാണ്. ഈ ഇച്ഛ നടപ്പാക്കുന്നതിന് ആവശ്യമായത് ചെയ്യുകയാണ് ഭവാൻ വേണ്ടത്. ദുര്യോധനൻ പറഞ്ഞു, അച്ഛാ, വിതുരൻ പറഞ്ഞത് ശരിയാണ്. പാണ്ഡവന്മാരിൽ കൂറുള്ള കൃഷ്ണനെ വശീകരിച്ച് മാറ്റുവാൻ കഴിയുകയില്ല. അച്ഛൻ പലമട്ടിൽ കൃഷ്ണന് ധനം നൽകുമെന്ന് പറഞ്ഞല്ലോ. അതൊന്നും കൃഷ്ണൻ ഇപ്പോൾ അർഹിക്കുന്നില്ല. ഭയപ്പെട്ട് പൂജിക്കുകയാണെന്നേ മാധവൻ വിചാരിക്കൂ. ഇത് കേട്ട് മഹാമയൻ പറഞ്ഞു, മഹാരാജാവേ, പൂജിച്ചില്ലെങ്കിലും ജനാർദ്ദനൻ കോപിക്കുകയില്ല. എന്നാൽ ഒരിക്കലും അദ്ദേഹത്തിനെ നിന്ദിക്കരുത്. അദ്ദേഹം മുഖേന പാണ്ഡവരുമായി യോജിക്കുകയാണ് വേണ്ടത്. ദുര്യോധനൻ പറഞ്ഞു, രാജാവേ, ഞാനൊരു കാലത്തും അവരുമായി യോജിക്കുകയില്ല. പാണ്ഡവന്മാർക്ക് ആശ്രയമായ ഈ കൃഷ്ണനെ ഞാൻ പിടിച്ചു കിട്ടും. അവനെ ബന്ധിച്ചാൽ വൃഷ്ണി പൊങ്കുവന്മാരും ഭൂമിയും പാണ്ഡവന്മാരുമൊക്കെ എൻ്റെ പാട്ടിലാകും. ഇത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ നടുങ്ങിപ്പോയി. മന്ത്രിമാരും മറ്റും സദസ്യരും ഇടിവെറ്റേറ്റതുപോലെ തരിച്ചിരുന്നു പോയി. ഭീഷ്മർ അസഹ്യതയോട് പറഞ്ഞു, രാജാവേ, നിന്റെ പുത്രൻ നശിക്കുവാൻ പോകുന്നു.
ഇവൻ അനർത്ഥങ്ങൾ പറയുന്നത് കേൾക്കുവാൻ എനിക്ക് വയ്യ. അദ്ദേഹം ക്രോധത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പ്രഭാതമായപ്പോൾ കൃഷ്ണൻ മൃഗസ്ഥലത്തു നിന്ന് പുറപ്പെട്ടു. ഹസ്തിനാപുരത്തിൽ പ്രവേശിച്ച അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ നഗരിയിലുള്ള ആബലാവൃതം ജനങ്ങളും രാജവീതിയിൽ തിങ്ങിക്കൂടി. എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. പട്ടണം മുഴുവൻ ആകർഷണീയമായ വിധത്തിൽ അലങ്കരിച്ചിരുന്നു. സ്വർണ്ണപ്പട്ട് കെട്ടിയ ഗജങ്ങൾ, വിചിത്ര വസ്ത്രങ്ങൾ അണിയിച്ച സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്ന തേരുകൾ, അശ്വങ്ങൾ, കാലാൾപ്പട, നാനാവിധത്തിലുള്ള വാദ്യാഘോഷം, പുഷ്പവർഷം തുടങ്ങിയ ആർഭാടത്തിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മന്ത്രിമാർ, പ്രഭുക്കന്മാർ, സാമന്തന്മാർ, ദുര്യോധനനൊഴികെയുള്ള അധാർത്തരാഷ്ട്രന്മാർ, മഹാമയൻ ഭീഷ്മർ, മഹാഗുരു ദ്രോണർ, മഹാതത്വജ്ഞാനി വിതുരൻ തുടങ്ങിയ ഗുരുജനങ്ങൾ എന്നിവരെല്ലാവരും കൂടി കൃഷ്ണനെ സ്വീകരിക്കുവാൻ നഗരാതിർത്തിയിൽ എത്തിച്ചേർന്നു. രാജധാനിയിൽ പ്രവേശിച്ച കൃഷ്ണനെ ഭീഷ്മദ്രോണ വിതുരാദികൾ സ്വീകരിച്ചു. ആയിരം ഖണ്ഡങ്ങളിൽ നിന്നുയർന്ന ജൈവിളികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. സ്ത്രീകൾ നടത്തിയ പുഷ്പവൃക്ഷി കൊണ്ട് വീതിയിലാകെ പുഷ്പങ്ങൾ വിരിക്കപ്പെട്ടു. ദിഗന്ധങ്ങൾ മാറ്റലികൊള്ളുന്ന വാദ്യഘോഷങ്ങളും ഹസ്തിനാപുരിയെ തൽക്കാലത്തേക്ക് ബ്രഹ്മലോകമാക്കി തീർത്തു. ഇതിനു മുമ്പ് ആരുമെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ജനസമുദ്രങ്ങൾ തിങ്ങി നിറഞ്ഞ് ആർഭാടപൂർണമായ ആ വമ്പിച്ച ഘോഷയാത്ര സാവധാനം മുന്നോട്ട് നീങ്ങി. ധൃതരാഷ്ട്ര രാജാവിന്റെ അരമനയുടെ പൂർവഭാഗത്തെത്തി. വിതുരൻ ഭഗവാന്റെ തൃക്കൈ പിടിച്ച് അദ്ദേഹത്തെ തേരിൽ നിന്നിറക്കി. മഹാമയനും വിതുരനും ദ്രോണനും കൃപനും ശല്യൻ തുടങ്ങിയവരാൽ അനുഗതനായി ഭഗവാൻ ധൃതരാഷ്ട്ര സന്നിധിയിലെത്തി. അന്ധനായ മഹാരാജാവ് സന്തോഷാതിരേകത്താൽ മതിമറന്ന് കൃഷ്ണനെ ആലിംഗനം ചെയ്തു. അനന്തരം സ്വർണ്ണ സിംഹാസനത്തിലിരുത്തി കുശലപ്രശ്നങ്ങൾ നടത്തുകയും മാധവനെ മോടിയായി സൽക്കരിക്കുകയും ചെയ്തു. മഹാരാജാവിനോട് യാത്ര പറഞ്ഞിറങ്ങിയ കൃഷ്ണൻ തനിക്ക് പാർക്കുന്നതിന് തയ്യാറാക്കിയിരുന്ന ദുശാസന ഗൃഹത്തിലേക്ക് പോകാതെ നേരെ വിതുരന്റെ ഗൃഹത്തിലേക്കാണ് പോയത്. കൃഷ്ണൻ തന്റെ ഗൃഹത്തിലെത്തിയപ്പോൾ വിതുരന്റെ ഹൃദയം ഭക്തിയും സ്നേഹവും കൊണ്ട് തരളിതമായി. അദ്ദേഹം കൃഷ്ണനെ യഥാവിധി പൂജിച്ച് സൽക്കരിച്ചു. കുശല പ്രശ്നത്തിന് ശേഷം വാസുദേവൻ നേരെ തന്റെ അച്ഛന്റെ പെങ്ങളായ കുന്തിയുടെ സമീപത്തെത്തി. പാണ്ഡവന്മാർ വനവാസത്തിന് പോയപ്പോൾ മുതൽ കുന്തി വിതുരഗൃഹത്തിലായിരുന്നുവല്ലോ താമസിച്ചിരുന്നത്. കൃഷ്ണൻ ഹസ്തിനാപുരിയിൽ വന്ന വിവരം കുന്തി അറിഞ്ഞിരിക്കുന്നു. എന്നാൽ എന്തിനാണ് വന്നതെന്ന് അവർ അറിഞ്ഞിരുന്നതേയില്ല. കൃഷ്ണനെ കാണണമെന്നും തൻ്റെ മക്കളുടെ വൃത്താന്തം അദ്ദേഹത്തിൽ നിന്ന് അറിയണമെന്നും അത്യധികമായ ആഗ്രഹം പാണ്ഡവ മാതാവിനുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴാണ് തനിക്ക് കൃഷ്ണനെ കാണുവാൻ കഴിയുന്നതെന്ന് ചിന്തിച്ച് ക്ലേശിച്ചിരിക്കുമ്പോഴാണ് പൊടുന്നനെ കൃഷ്ണൻ കുന്തിദേവിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. വാസുദേവനെ കണ്ടതോടെ സന്തോഷം, വ്യസനം, നിരാശ തുടങ്ങിയ വിവിധ വികാരങ്ങൾക്ക് അധീനയായ ഈ സ്ത്രീരത്നം അശ്രുക്കൾ വാർത്തുകൊണ്ട് ഭഗവാന്റെ കണ്ടത്തിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കുന്തിദേവിയെ ഒരു പീഠത്തിലിരുത്തിയതിനു ശേഷം കൃഷ്ണനും സമീപത്തിരുന്നു. ദേവി പറഞ്ഞു, സത്യവാദികളും ധർമ്മനിരക്കരുമായ എൻ്റെ പുത്രന്മാർ എന്നെ വിട്ട് കാട് കയറിയപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു. പുത്രവിരഹം എല്ലാ താപത്തിനും മീതെയാണ്. ഗോവിന്ദ, അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? 14 വർഷമായില്ലേ ഞാൻ അവരെ കണ്ടിട്ട്. കൃഷ്ണ, അങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികൾക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കൂ. അവരുടെ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കിയാലും എനിക്കെൻ്റെ കുട്ടികളെ സമാധാനത്തോടുകൂടി ഒന്നു കാണുവാൻ എനിക്കെന്നാണ് സാധിക്കുന്നത്? കൃഷ്ണൻ കുന്തിദേവിയെ നല്ല വാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അദ്ദേഹം വിതുരഗൃഹത്തിൽ നിന്നും നേരെ ദുര്യോധനന്റെ മണിമാളികയിലേക്കാണ് പോയത്. കൃഷ്ണൻ ദുര്യോധന ഗൃഹത്തിലെത്തുമ്പോൾ അവിടെ അസംഖ്യം രാജാക്കന്മാരും കുരുവീരന്മാരും കൃഷ്ണനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് കൃഷ്ണനെ ആദരിക്കുകയും അദ്ദേഹത്തെ യഥോചിതം പൂജിക്കുകയും ചെയ്തു. അതിനുശേഷം ദുര്യോധനൻ കൃഷ്ണനെ ഊണ് കഴിക്കുവാൻ ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചില്ല. ദുര്യോധനൻ സൗമ്യമായി ചോദിച്ചു, അങ്ങ് ഞങ്ങളുടെ ബന്ധുവും അതിഥിയുമാണ്. ആ സ്ഥിതിക്ക് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കേണ്ടതല്ലേ ധർമ്മം? അങ്ങത് നിഷേധിച്ചത് ശരിയാണോ? കൃഷ്ണൻ പറഞ്ഞു, ദുര്യോധന, ഞാൻ ഭവാന്റെ ബന്ധുവും അതിഥിയും തന്നെ. എന്നിരുന്നാലും ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പാണ്ഡവന്മാരുടെ ദൂതനായിട്ടാണ്. ദൂതന്മാർ വന്ന കാര്യം സാധിക്കുമ്പോഴാണ് കൃതാർത്ഥരാവുന്നത്. കൃതാർത്ഥരായാലേ ആതിഥ്യയോ ഗൃഹങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കാവൂ എന്നുള്ളതാണ് ദൂതധർമ്മം. അതുകൊണ്ട് എൻ്റെ ദൂതകൃത്യം നിർവഹിച്ച് ഞാൻ കൃതാർത്ഥനാവുമ്പോൾ നിങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ചു കൊള്ളാം. ഞാൻ വിതുരന്റെ ഗ്രഹത്തിൽ നിന്നൊഴിച്ച് മറ്റൊരിടത്തിൽ നിന്നും ഒന്നും സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഭഗവാൻ അല്പനേരം കഴിഞ്ഞ് എല്ലാവരോടും യാത്ര പറഞ്ഞ് വിതുരഗ്രഹത്തിലേക്ക് പോയി.
അവിടെ എത്തിയ ഭഗവാൻ നിത്യകർമ്മങ്ങളും അത്താഴവും കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ വിതുരൻ പറഞ്ഞു, അങ്ങയുടെ ഈ പുറപ്പാട് നന്നായി എന്ന് എനിക്ക് തോന്നുന്നില്ല. ദുര്യോധനൻ താൻ തോന്നിയാണ്. അവൻ ധർമ്മം തെറ്റി നടക്കുന്നവനാണ്. ചതിയാണ് അവന് താല്പര്യം. ഭീഷ്മ ദ്രോണന്മാരോട് എതിർക്കുവാൻ പാണ്ഡവന്മാർ പോരെ എന്നാണ് അവന്റെ പക്ഷം. അങ്ങനെയുള്ളവനോട് ഭഗവാൻ എന്തു പറഞ്ഞാലും അവൻ ചെവികൊള്ളുകയില്ല. ചെകിടുപൊട്ടന്മാരുടെ മുന്നിൽ പാട്ടുപാടിയിട്ട് എന്ത് കാര്യം? തന്നെയുമല്ല, അവൻ അങ്ങയെ അപകടത്തിൽപ്പെടുത്തുമോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. കൃഷ്ണൻ മറുപടി പറഞ്ഞു, ഹേ വിതുര, നീ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആത്മാർത്ഥമായി സമാധാനത്തിനു വേണ്ടി യത്നിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ ദുര്യോധനൻ സംശയിച്ചേക്കാം, എൻ്റെ ഉപദേശത്തെ നിഷേധിച്ചേക്കാം. എങ്കിലും എൻ്റെ മനസ്സിൽ എന്നെ കൊണ്ടാവും വിധം ചെയ്യുമെന്നുള്ള കൃതജ്ഞത ഉണ്ടാകുമല്ലോ. അതെനിക്ക് സംതൃപ്തി നൽകും. എന്നെ അപകടത്തിൽപ്പെടുത്തുമെന്നോണം നീ ഭയപ്പെടേണ്ട. അവൻ്റെ സഹായികളെയായ രാജാക്കന്മാർ എല്ലാവരും കൂടി കൂടിയാൽ തന്നെ എനിക്കൊരു ഇരയാവുകയില്ല. ക്രുദ്ധനായ സിംഹത്തിൻ്റെ മുന്നിൽ മറ്റു മൃഗങ്ങൾ എന്ന പോലെയായിരിക്കും അവരുടെ കഥ. പിന്നെയും വളരെ നേരം പലതും സംസാരിച്ചു കൊണ്ടിരുന്നതിന് ശേഷം ഭഗവാൻ ഉറക്കമായി. ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് നിത്യകർമ്മങ്ങളും പ്രഭാത ഭക്ഷണവും കഴിച്ച് കൗരവ സഭയിലേക്ക് പോകുവാൻ തയ്യാറായി. അപ്പോഴേക്കും അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുപോകുവാൻ ദുര്യോധനനും ശകുനിയും വിതുരഗ്രഹത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ശ്രീകൃഷ്ണൻ അലങ്കരിച്ച തേരിലേറി രാജസഭയിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം അതേ രഥത്തിൽ തന്നെ വിതുരനും ഉണ്ടായിരുന്നു. ശകുനിയും ദുര്യോധനനും ഭഗവാന്റെ രഥത്തിന്റെ പിന്നിൽ മറ്റൊരു രഥത്തിലും അതിന്റെ പിന്നിലായി സാത്യകി, കൃതവർമാവ് തുടങ്ങിയ യാദവ പ്രമാണികൾ വേറെ രഥത്തിലും സഞ്ചരിച്ചു. അലങ്കരിക്കപ്പെട്ട ആനകളും അശ്വങ്ങളും കാലാൾ സൈന്യങ്ങളും അശ്വാരൂഢ ഭടന്മാരുമായി ഒരു വലിയ അനുചാര സമൂഹത്തോടു കൂടിയായിരുന്നു ഭഗവാന്റെ യാത്ര. അത് കാണുവാൻ ഹസ്തിനാപുര വാസികൾ വഴിവക്കിൽ തടിച്ചുകൂടി. എല്ലാവർക്കും ഭഗവാനെ കാണുന്നതിന് അത്യധികമായ ആവേശവും ആഗ്രഹവും ഉണ്ടായിരുന്നു. എല്ലാവരോടും അദ്ദേഹത്തെ കൺകുളിർക്കെ കണ്ട് തൃപ്തിയടയുകയും അതിസന്തോഷാരോഗത്താൽ മതിമറന്ന് നൃത്തം വയ്ക്കുകയും ചെയ്തു. രാജസഭ കമനീയമായ വിധത്തിൽ അലങ്കരിച്ച് മോടി പിടിപ്പിച്ചിരുന്നു. ധൃതരാഷ്ട്രരും ധാർത്തരാഷ്ട്രരും ദ്രോണരും കൃപനുമൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. കൃഷ്ണന്റെ രഥം സഭാദ്വാരത്തിലെത്തിയപ്പോൾ ഭീഷ്മ ദ്രോണാദികൾ ഇറങ്ങി വന്ന് കേശവനെ സ്വീകരിച്ച് സഭാമന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അച്യുതൻ അകത്ത് കടന്നപ്പോൾ മഹാരാജാവും മറ്റുള്ളവരും എഴുന്നേറ്റ് ഭഗവാനെ വന്ദിച്ചു. സഭാവാസികളെല്ലാം യഥാസ്ഥാനങ്ങളിലിരുന്നു. ആരുമൊന്നും പറഞ്ഞതേയില്ല. എല്ലാവരുടെയും ശ്രദ്ധ കൃഷ്ണനിലായിരുന്നു. എല്ലാ ദൃഷ്ടികളും അദ്ദേഹത്തിൻ്റെ മേൽ പതിഞ്ഞു. അദ്ദേഹം എന്താണ് പറയുന്നതെന്നറിയുവാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും ബദ്ധശ്രദ്ധരായിരുന്നു. ആ വലിയ സദസ്സ് ഒരു ചെറിയ സൂചി താഴെ വീണാൽ പോലും കേൾക്കത്തക്കവണ്ണം നിശബ്ദമായിരുന്നു. ശ്രീകൃഷ്ണൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് സദസ്സരെയെല്ലാം സാഹൂതം വീക്ഷിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങി, മഹാരാജാവേ, പാണ്ഡവന്മാരും കൗരവന്മാരും അങ്ങയുടെ പുത്രന്മാരാണ്. അവർ തമ്മിൽ മത്സരിച്ച് നശിക്കുവാൻ ഇടവരുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് അങ്ങയോട് യാചിക്കുവാനാണ് ഞാൻ വന്നത്. കുരുവംശം പേരുകേട്ട രാജവംശമാണ്. ആ വംശപാരമ്പര്യം അങ്ങ് പുലർത്തണം. അങ്ങയുടെ പുത്രന്മാർ വികാരങ്ങൾക്ക് വശംവദരായി സ്വന്തം ബന്ധുജനങ്ങളെ പോലും എതിർക്കുവാൻ ഒരുമ്പെടുന്നു. ഈ ദുരദൃഷ്ടത്തിന് അങ്ങ് തക്ക നിവൃത്തി ചെയ്യാത്ത പക്ഷം ഭയങ്കരമായ ആപത്ത് നേരിടും. ആപത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ തടുക്കുവാൻ സാധ്യമല്ല. ഇപ്പോൾ അങ്ങ് വിചാരിച്ചാൽ ആപത്തൊഴിവാക്കി സമാധാനം സ്ഥാപിക്കാം. പാണ്ഡവരുടെ രക്ഷിതാവ് അങ്ങാണ്. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞപ്പോൾ അവർക്ക് അവകാശപ്പെട്ട പകുതി രാജ്യം കൊടുക്കാൻ അങ്ങ് പ്രതിജ്ഞാബദ്ധനാണ്. അവരെ വഞ്ചിക്കുവാൻ വേണ്ടി അങ്ങ് പ്രതിജ്ഞാഭംഗം വരുത്തി അസത്യവാദിയാകരുത്. പിതൃതുല്യനായ അങ്ങയോട് അഹിതം പറയുവാനും അനിഷ്ടം പ്രവർത്തിക്കുവാനും അവർക്ക് മടിയുണ്ട്. അങ്ങയുടെ പുത്രന്മാരായ ദുര്യോധനാദികളെ ധർമ്മത്തിൽ നിലനിർത്തി നേർവഴിയിൽ കൂടി നയിക്കേണ്ടത് അങ്ങയുടെ ചുമതലയായിട്ടാണ്. അത് ചെയ്യുക തന്നെ വേണം. ധർമ്മവും ന്യായവും അറിവുള്ളവർ ധാരാളം പേർ ഇവിടെയുണ്ട്. അവരൊന്നും ഒന്നും മിണ്ടുന്നില്ല. അവരുടെ വാക്ക് ദുര്യോധനൻ കേൾക്കുകയില്ലെന്ന് കരുതിയാണ് അവർ മൗനിയായിരിക്കുന്നത്. കൗരവർ അനേക വിധത്തിൽ പാണ്ഡവരെ കഷ്ടപ്പെടുത്തി. എന്നിട്ടും അവർക്ക് അങ്ങയോടോ കൗരവരോടോ വിദ്വേഷമില്ല. അവർ സമാധാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മഹാരാജാവേ, കൗരവർ അവരോട് യോജിക്കണം. അതിനായി സ്വാർത്ഥ മോഹത്തിൽ നിന്ന് അങ്ങ് പുത്രന്മാരെ പിന്തിരിപ്പിക്കണം. ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കണം. ഇതാണ് അങ്ങയ്ക്കും മറ്റുള്ളവർക്കും ശ്രേഷ്ഠകരമായ കാര്യം.
ഭഗവാന്റെ ഓരോ വാക്കും ഏറ്റവും ശ്രദ്ധയോടെയാണ് എല്ലാവരും കേട്ട്. അത് നിഷ്പക്ഷ നിലയിലുള്ളതാണെന്ന് ധർമ്മപാത്രവുമായിരുന്നെന്ന് സദസ്യർക്ക് ബോധ്യമായി. എന്നാൽ അവരാരും ദുര്യോധനനെ ഭയന്ന് ഒന്നും പുറത്തു പറയുവാൻ ധൈര്യപ്പെട്ടില്ല. സദസ്സ് സമ്പൂർണമായി നിശബ്ദമായിരുന്നു. കൃഷ്ണന്റെ വാക്കുകൾ ധൃതരാഷ്ട്രന്റെ ഹൃദയത്തിൽ തട്ടുന്ന വിധമായിരുന്നു. അവസാനം അദ്ദേഹമാണ് ആദ്യമായി സംസാരിക്കുവാൻ ഒരുപ്പെട്ടത്. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഭഗവാനെ, വാസുദേവ, അങ്ങയുടെ വാക്കുകൾ എത്ര തന്നെ കേട്ടാലും മതിവരുന്നവയല്ല. അത് അമൃതവാഹികളാണ്. അങ്ങ് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യണമെന്നെനിക്ക് മോഹമുണ്ട്. പക്ഷേ ഞാൻ സ്വതന്ത്രനല്ല. ഞാൻ പറയുന്നതൊന്നും എൻ്റെ മകൻ അനുസരിക്കുകയില്ല. അവൻ മഹാക്രോധിയാണ്. അവൻ ചില ദുർബുദ്ധികളുടെ ഉപദേശ വലയത്തിൽപ്പെട്ട് കിടക്കുകയാണ്. അവർ പറയുന്നത് മാത്രമേ അവൻ അനുസരിക്കുകയുള്ളൂ. ഭീഷ്മനോ ദ്രോണനോ വിതുരനോ ഗാന്ധാരിയോ പറയുന്നതൊന്നും അവനിഷ്ടമല്ല. ആകയാൽ അങ്ങ് തന്നെ ദുരാഗ്രഹിയായ ദുര്യോധനനെ ഉപദേശിച്ച് നേർവഴിക്കാക്കൂ. അങ്ങയ്ക്കല്ലാതെ മറ്റാർക്കും അതിന് കഴിയുകയില്ല. ധൃതരാഷ്ട്രരുടെ അപേക്ഷ ചെവികൊണ്ട് ചെന്താമരാക്ഷൻ ദുര്യോധനനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മിത്രമേ ദുര്യോധന, സമാധാനത്തിന് വേണ്ടിയുള്ള എൻ്റെ വാക്കുകൾ കേൾക്കുക. ഒരു പുണ്യവംശത്തിൽ ജനിച്ച അങ്ങയുടെ ജീവിതം വംശചരിത്രത്തിനൊരു കളങ്കമായി തീരരുത്. പാണ്ഡവന്മാർ അങ്ങയുടെ ശത്രുക്കളല്ല, ബന്ധുക്കളാണ്. അജയ്യരായ ശക്തിയുള്ള അവരിൽ ശത്രുബുദ്ധി വളർത്തി അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ദുർബലന്മാരായ മറ്റു ചിലരെ ആശ്രയിക്കുന്നത് അപഹാസ്യമാണ്. വാസ്തവത്തിൽ പാണ്ഡവന്മാർക്ക് ഇപ്പോഴും നിങ്ങളോട് ശത്രുതയില്ല. നിങ്ങൾ അവരോട് യോജിക്കണമെന്നേയുള്ളൂ. പാണ്ഡവന്മാർ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അത് ദൗർബല്യം കൊണ്ടാണെന്നും വിചാരിക്കരുത്. ഭീമാർജുനന്മാരെ ജയിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഞാൻ തുണയ്ക്കുന്ന സവ്യസാചിയെ ഇന്ന് ആരാണ് എതിർക്കുവാൻ വിചാരിക്കുന്നത്? പോരിൽ നേരിട്ടെടുക്കുമ്പോൾ സാക്ഷാൽ ദേവേന്ദ്രന് പോലും അവനെ ജയിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പാണ്ഡവന്മാർക്ക് പകുതി രാജ്യം നൽകി അവരുമായി സന്ധി ചെയ്യുക. അത് നിന്റെ അച്ഛനും ഭീഷ്മരും ഗുരുക്കന്മാർക്കുമെല്ലാം ഇഷ്ടമുള്ള കാര്യമാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ദുര്യോധനന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അവൻ അതെല്ലാം അവഗണിക്കുകയാണുണ്ടായത്. അതവന്റെ മുഖഭാവവും വ്യക്തമാക്കി. ഇത് കണ്ട ഭീഷ്മനും ദ്രോണനും വിതുരനും ദുര്യോധനനോട് ഉപദേശരൂപേണ പലതും പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്കുകളെ ബഹുമാനിക്കാതിരുന്നാൽ ആപത്തുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് പാണ്ഡവരോട് സന്ധി ചെയ്യണമെന്ന് അപേക്ഷിച്ചു. ശ്രീകൃഷ്ണനെ ധിക്കരിച്ചാൽ രാജ്യവും ധനവും പുത്രമിത്രാദികളും നഷ്ടപ്പെട്ട് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും അനാഥരായി ദുഃഖിച്ച് ഭൂമി നീളെ പിച്ചതെണ്ടി നടക്കേണ്ടതായി വന്നുകൂടുമെന്നും കൂടി വിതുരൻ പറഞ്ഞു. ധൃതരാഷ്ട്രരും ഒരിക്കൽ കൂടി ദുര്യോധനനെ ഗുണദോഷിച്ചു. സമാധാനം യാചിക്കുന്ന കൃഷ്ണനെ ധിക്കരിച്ചാൽ നിശ്ചയമായും തോൽവിയുണ്ടാകുമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അധികാര പ്രേമത്തോടുകൂടി അന്ധനായി തീർന്ന അഹങ്കാരിയായ ദുര്യോധനന്റെ കണ്ണുകൾ തുറപ്പിക്കുവാൻ ആരുടെയും ഉപദേശങ്ങൾ കഴിഞ്ഞില്ല. അവന്റെ മുഖത്ത് ക്രോധം ഉരുണ്ടുകൂടി. അവൻ പല്ലുകൾ ഞെരിച്ച് ദ്വേഷം പ്രകടിപ്പിച്ചു. സദസ്സൽപ്പം ശാന്തമായപ്പോൾ ദുര്യോധനൻ എഴുന്നേറ്റു. അവൻ ഈർഷ്യയോടെ പറഞ്ഞു, എല്ലാവരും എന്നെ തന്നെ നിന്ദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇതിന് തക്ക അപരാധമൊന്നും ചെയ്തതായി എനിക്ക് തോന്നുന്നില്ലല്ലോ. പാണ്ഡവന്മാർ രാജ്യം പണയം വെച്ച് ചൂത് കളിച്ചു. അതിൽ തോൽക്കുകയും ചെയ്തു. അവർ ജയിച്ചിരുന്നുവെങ്കിൽ എല്ലാം അവർക്ക് ലഭിക്കുമായിരുന്നില്ലേ? തോറ്റതിൻ്റെ ഉത്തരവാദിത്തം ഞാനാണോ ഏൽക്കേണ്ടത്? എനിക്കുള്ളത് കാത്തു സൂക്ഷിക്കുകയാണ് എൻ്റെ കർത്തവ്യം. അതാണ് ക്ഷത്രിയ ധർമ്മം. യുദ്ധം വെട്ടി പോർക്കളത്തിൽ വീരശയനം പ്രാപിക്കാലും എനിക്ക് സന്തോഷമാണ്. എന്നാലും ശത്രുക്കളെ വണങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. ധൃതരാഷ്ട്ര മഹാരാജാവ് രാജ്യഭാഗം കൊടുക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്നാണ് വാദമെങ്കിൽ ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഞാനാണ്. ഞാൻ ആരോടും ഒരു പ്രതിജ്ഞയും ചെയ്തിട്ടില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സൂചി മുന കൊണ്ട് കുത്തിയാൽ കാണുന്നിടത്തോളം ഭൂമി പോലും അവർക്ക് വിട്ടുകൊടുക്കുകയില്ല. ഇത് ഉറച്ച കാര്യമാണ്. തുടർന്ന് കൃഷ്ണനെ അപമാനിക്കുന്ന വിധത്തിലുള്ള പല സംഭാഷണങ്ങളും പരിഹാസങ്ങളും ദുര്യോധനാദികളും ശകുനിയും കർണനും കൂടെ ചേർന്ന് അവിടെ നടത്തി. താൻ അപരാധമൊന്നും ചെയ്തിട്ടില്ലെന്നുള്ള ദുര്യോധനന്റെ പ്രസ്താവന കേട്ടപ്പോൾ കൃഷ്ണൻ ചിരിച്ചു. എങ്കിലും ഈ ചിരിയുടെ പിന്നിൽ ക്രോധം നിഴലിച്ചിരുന്നതായി കാണാമായിരുന്നു. തുടരും.